ഈ ഒരു തെറ്റ് ഇനി മറ്റൊരാൾക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 30ഓളം വർഷം ഗൾഫ് രാജ്യത്ത് നിന്നുകൊണ്ട് ബാങ്കിൽ നിന്നുള്ള പൈസയാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ചാടിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ എൻ്റെ ഭാര്യയുടെ സ്വർണം, ഇതെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് യൂസ് കാർ മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ചിട്ട്, ടോട്ടൽ ലോസ് വണ്ടികൾ നല്ല വണ്ടിയെന്ന് പറഞ്ഞ് വിൽക്കുക, മീറ്റർ ഇറക്കിയ വണ്ടികൾ വിൽക്കുക. അതുപോലെ നമ്മുടെ നാട്ടിൽ പറയുന്നൊരു വാക്കുണ്ട്, അറിയുന്ന പോലീസ് 2 ഇടി കൂടുതൽ വരും. അതായത് നമുക്ക് നല്ല പോലെ അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ അയാളെ കെയർ ഓഫിൽ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണെന്ന് വിചാരിക്കും. അതുപോലെ ഒരാളെ വിശ്വസിച്ചിട്ട് അയാളെ കെയർ ഓഫിൽ അയാളെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നൊരു വണ്ടി എടുത്ത് വണ്ടി എടുത്ത് അയാൾ വഞ്ചിക്കപ്പെട്ട് ആ വ്യക്തിയാണ് എൻ്റെ മുമ്പിലുള്ളത്. സാർ, എൻ്റെ പേര് അലി എന്നാണ്. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഈ നിൽക്കുന്നൊരു വാഹനം. വണ്ടി എടുക്കാൻ വേണ്ടി പോയത് തന്നെ മഴ പെയ്യുന്ന സമയത്ത് വെള്ളിയാഴ്ച ആയിരുന്നു. വെള്ളിയാഴ്ച അവിടെ പോയി ഞങ്ങളെല്ലാവരും പാടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കൊണ്ടുപോയപ്പോൾ വണ്ടി സൂപ്പറാണ്, യാതൊരു കുഴപ്പമില്ല. വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവരുമായി സംസാരിച്ചു. അങ്ങനെ വെള്ളിയാഴ്ച പള്ളി പോണ സമയമായി. എല്ലാവരും പാടെ പള്ളി പോയി. പള്ളി കഴിഞ്ഞ് വന്ന് നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ സുഹൃത്തും എല്ലാവരും പാടെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് പറഞ്ഞത്, ഈ വാഹനം ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ട് വർക്ക്ഷോപ്പിൽക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഷോറൂമിൽക്കും കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ നിൽക്കണില്ല. കാരണം എനിക്ക് ഓടിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, വണ്ടിയും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിലാണ് ഞാൻ വണ്ടി കൊണ്ടുപോകുന്നത് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത്, വീട്ടിലെ സ്വീറ്റ് വാട്ടർ കൊണ്ടാണ് വണ്ടി കഴുകണത്, വണ്ടി കിളിക്കുഞ്ഞാണ്, നിങ്ങൾക്കൊരു പേടിയും പിടിക്കണം, ധൈര്യമായി കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞ ആ വ്യക്തിയാണ്. ഒരു വണ്ടി വീട്ടിലേക്ക് കൊടുന്ന് ഒരു 150 കിലോമീറ്റർ ഓടുമ്പോഴത്തേനും വാണിംഗ് വരൽ തുടങ്ങി. 1-2 വാണിംഗ് വന്നു. അവരോട് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ അറിയില്ല എന്ന്. പിന്നെ 2ാമത്തെ വാണിംഗ് വന്നു, 3ാമത്തെ വാണിംഗ്, പിന്നെ ഇഞ്ചിൻ്റെ വാണിംഗ് വന്നു. അപ്പോൾ നമ്മൾ പല സുഹൃത്തുക്കളോടും വിളിച്ച് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് വണ്ടി പിന്നെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഷോറൂമിൽ കൊണ്ടുപോയി കാണിക്കണം, നിങ്ങളീ നോക്കിയാൽ പറ്റൂല, കാരണം ഈ വാണിംഗ് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് BS6 മോഡൽ വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. ഈ വണ്ടിക്ക് DPF ബ്ലോക്ക് ആയതാണ്. ഇപ്പോൾ ഈ വണ്ടീൻ്റെ ഡാറ്റ നമ്മൾ സ്കാനർ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോൾ ഈ വണ്ടിയുടെ ഡാറ്റയിൽ ലാസ്റ്റ് റീജനറേഷൻ ചെയ്തിരിക്കുന്നത്, അതായത് ഈ DPF ക്ലീൻ ചെയ്തിരിക്കുന്നത് എത്ര കിലോമീറ്ററിലാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. 1,02,000 കിലോമീറ്ററിൻ്റെ അടുത്താണ്. ഇപ്പോൾ ഈ വണ്ടി 2ാമതും DPFൻ്റെ വാർണിംഗ് വന്നിട്ടുണ്ട്. അതിനർത്ഥം ഈ കിലോമീറ്ററിന് ശേഷം വീണ്ടും വണ്ടി ഒരു 10-30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. ഇപ്പം വണ്ടി കിലോമീറ്റർ ഓഡോമീറ്ററിലുള്ളത് കാണുന്നത് 75,000 മീറ്റർ ഇറക്കിയ വണ്ടിയാണ്. 1.5 ലക്ഷം കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടിയ വണ്ടി, 75,000 കിലോമീറ്റർ ഓടിയ വണ്ടീൻ്റെ വില കൊടുത്ത് മേടിച്ച് ഇയാൾ വഞ്ചിക്കപ്പെട്ടു. അപ്പോൾ വണ്ടീൻ്റെ പണികൾ മുഴുവൻ പെൻഡിങ് ആണ് താൻ. ഇതാണ് അവസ്ഥ. അങ്ങനെ നമ്മൾ ഹുണ്ടായിയുടെ ഷോറൂമിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറയണത്, വണ്ടി 30,000 കിലോമീറ്ററിൽ സർവീസ് ചെയ്യേണ്ട മേജർ സർവീസ് നടത്തിയിട്ടില്ല. വണ്ടി എല്ലാ കൊല്ലത്തിലും കൊടുത്തിട്ടുണ്ട്, ചെറിയ കാര്യം ചെയ്തിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്, ഹിസ്റ്ററി കാറുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. സർവീസൊന്നും നടത്തിയിട്ടില്ല. വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ മൊത്തം ലീക്കാണ്, കംപ്ലീറ്റ് ഓയിൽ ലീക്കാണ്, കാര്യങ്ങളാണ്, കംപ്ലീറ്റ് ഓരോന്ന് തുറന്നിട്ട് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അവിടുന്ന് അങ്ങോട്ട് ടെൻഷൻ ആവുമായിരുന്നു. എനിക്ക് ഒരുപാട് ടെൻഷൻ, പ്രഷറും ഷുഗറൊക്കെ കൂടി ആകെ ബുദ്ധിമുട്ടിലായി. അവരുടെ കാര്യങ്ങൾ മുഴുവൻ അറിയിച്ചു. വീഡിയോ എല്ലാത്തിൻ്റെയും ഷോറൂമിൽ സംസാരിക്കുന്ന വീഡിയോ അടക്കം അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു. എനിക്ക് വണ്ടി എടുത്തുന്ന സുഹൃത്തിനും വിട്ടുകൊടുത്തു. അവർ തന്നെ സംസാരിക്കുന്നുണ്ട്, ഒരു പരിഹാരം കാണും ചെയ്തിട്ട് കുറേ 10-20 ദിവസം വണ്ടി നമ്മുടെ പരിസരത്ത് നിന്ന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് ഇത് സ്കാൻ ചെയ്ത ആൾ പറഞ്ഞു ചെയ്തു. ഈ വിവരങ്ങളൊക്കെ അവർക്ക് ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്കും എല്ലാ നിർദ്ദേശം കൊടുത്തിട്ടും ഒരു കാര്യവും അവരുടെ ഭാഗത്തു നിന്ന് ഒരു ദാക്ഷിണ്യം ഉണ്ടായിട്ടില്ല. പുക വലിപ്പിച്ച് കഴിഞ്ഞാൽ ഈ വാണിംഗ് ഒക്കെ പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ ആ പുക ചെക്ക് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ലാപ്ടോപ്പ് വെച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയത്. അവിടെ നിന്നാണ് സാറേ എനിക്ക് വലിയൊരു മറപ്പെട്ട സത്യം, നമുക്ക് അവരെ ഒരിക്കലും വെറുതെ വിടാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ഈ വണ്ടിയെ അവർ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ വണ്ടി 2025 മുതൽക്ക് അവർ ഓടിയിട്ട് സർവീസ് ചെയ്യാതെ മാക്സിമം ഓടിയിട്ട് 1.25 ലക്ഷം വരെ ഈ വണ്ടി അവർ ഓടിച്ചിട്ടിരിക്കുന്നു. എന്നിട്ട് ആ വണ്ടി 75,000 കിലോമീറ്റർക്ക് മീറ്റർ താത്തിയ സംഭവങ്ങൾ അവിടെ സെൻസർ ബോർഡിൽ മനസ്സിലായി. അപ്പോൾ അത് ഷോറൂമിൽ പോയി ചോദിച്ചപ്പോൾ അവർ ഈ കേസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ വെളിപ്പെട്ടിനോട് പറഞ്ഞില്ല. പിന്നെയും ഞാൻ സെൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് നമുക്ക് മനസ്സിലായി ഈ വണ്ടി 1.25 ലക്ഷത്തോളം വണ്ടി ഓടിയിട്ട് ആ വണ്ടി 75,000 കിലോമീറ്റർ ആക്കിയിട്ട് ഞാൻ പറ്റിക്കപ്പെട്ടിക്കെന്ന് ഞാൻ അറിഞ്ഞ്. 30ഓളം വർഷം ഗൾഫ് രാജ്യത്ത് നിന്നുകൊണ്ട് ബാങ്കിൽ നിന്നുള്ള പൈസയാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ചാടിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ എൻ്റെ ഭാര്യയുടെ സ്വർണം, എൻ്റെ സന്തോഷം കണ്ടിട്ടാണ് എൻ്റെ കുടുംബത്തിൽ നിന്നത്. ഞങ്ങൾക്ക് ഒരു ദൂരം വെഹിക്കൽക്ക് ഇതുവരെ എൻ്റെ ഭാര്യനെ വെച്ചുകൊണ്ട് പോകാൻ എനിക്ക് ധൈര്യം കിട്ടിയിട്ടില്ല. ഞാൻ ഉരുകിയിട്ടൊരു ലോസ് ആയിരിക്കണം. ഈ വണ്ടിയിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു പ്രവാസി, നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് ചിന്തിക്കാനില്ല. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പലരും ചെയ്യണില്ല. ഇനി എനിക്ക് കിട്ടാനുള്ള നീതി എനിക്ക് മേടിച്ച് തരണം, മേടിച്ച് തന്നേ പറ്റൂ. കാരണം എൻ്റെ വണ്ടി 75,000 കിലോമീറ്റർ അല്ല, 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിൻ്റെ വില എടുത്ത് ബാക്കിയുള്ള പൈസ അദ്ദേഹത്തിന് എനിക്ക് തിരിച്ചു കിട്ടണം. ഇത്തരം പ്രശ്നങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ശക്തമായിട്ടുള്ളൊരു നിയമനിർമ്മാണം വേണമെന്നുള്ളതാണ്. ഇതിന് മുമ്പ് ഞാൻ ടോട്ടൽ ലോസ് വണ്ടീൻ്റെ കാര്യത്തിലും പറഞ്ഞു നിങ്ങളടുത്ത് ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ MVDക്ക് ഒന്നും ഇതിലൊരു യാതൊരു താല്പര്യമില്ല. അത് നമ്മളെ കാര്യമല്ലല്ലോ, നമ്മൾ ബെൽറ്റ് ഇടുന്നതും കളർ മാറ്റുന്നതും നോക്കി നടക്കുമല്ലേ അല്ലേ? അതിലൊന്നും നമുക്ക് നല്ല താല്പര്യമില്ലല്ലോ. ഇതേപോലെ മീറ്റർ ഇറക്കി വണ്ടി വെക്കുന്ന ആൾക്കാർ അയാൾക്ക് എത്ര റുപ്യ ലോസാന്ന് നിങ്ങൾക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു നിയമം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം തട്ടിപ്പുകളൊക്കെ നിൽക്കാൻ പോകുന്നുള്ളൂ.